ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വെസ്പർ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാന ശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 512 പാട്ട് പാടാം. 512. വീണ്ടെടുപ്പിൻ നാളെടുത്തിതാ, മാറ്റലേ ഞാൻ കേട്ടിടുന്നിതാ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ശത്രു നിന്റെ മുൻപിലുള്ളതാ, തെല്ലുമേ ഭയന്നിടേണ്ട നീ. ഏന്തുക സർവായുധം, കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനനായകൻ. ഏന്തുക സർവായുധം, കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനനായകൻ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമൊന്നു കാതിൽ, കാവൽക്കാര രാത്രി എന്തായി. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വന്നിടും പ്രഭാതമൊന്നതിൽ, അന്നു വന്നുദിക്കും സൂര്യനായി. അന്നു തന്റെ വിശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴമോദമായി. അന്നു തന്റെ വിശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴമോദമായി. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. പോർക്കളത്തിൽ നിൽക്കും വീരരെ, നല്ല യുദ്ധസേവ ചെയ്തിടാം. കാഹളം മുഴക്കി കാലടികൾ വെച്ചും ശത്രുവെ തുരത്തി മുന്നേറാം. കാഹളം മുഴക്കി കാലടികൾ വെച്ചും ശത്രുവെ തുരത്തി മുന്നേറാം. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. അടുത്തായി 570 പാട്ട് പാടാം. 570. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമ വീട് വാനലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമ വീട് വാനലോകത്തില്. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തില്. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തില്. വിശ്വാസനാട് നോക്കി വേഗമോടി
വന്നിടുമേ വേഗം എൻ്റെ ആത്മസ്നേഹിതൻ വാനലോകത്തില്. വന്നിടുമേ വേഗം എൻ്റെ ആത്മസ്നേഹിതൻ വാനലോകത്തില്. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരാഴ്ചകാലം നമ്മൾ കടന്നുപോയി. ഇന്ന് ഈ വിശുദ്ധ ശബദിൻ്റെ പ്രാരംഭ മണിക്കൂറുകളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് അനുഗ്രഹിച്ച തന്ന ഈ സമയത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഞങ്ങളെ ശ്രവിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും ഇന്ന് ഈ ഒരുക്കനാൾ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളായിരിക്കുന്നതായ ഈ ഒരു കാലഘട്ടം വളരെ വേദനാജനകമായ അനേകം വാർത്തകൾ, വളരെ പ്രതിസന്ധി നിറഞ്ഞതായ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനേകം യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ സമയം നമുക്ക് ഒന്നായി ചേർന്ന് പ്രാർത്ഥിച്ച് ഈ യുദ്ധങ്ങളെല്ലാം തന്നെ അവസാനിക്കാൻ തക്കവണ്ണം നമ്മുടെ ചേർന്നുള്ളതായ കൂട്ടായ്മയോടുകൂടിയുള്ളതായ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. നമുക്ക് ഏവർക്കും ചേർന്ന് ഈ സമയം അനേകം പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഇരിക്കുന്നതായ ആളുകളെ ഓർത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇവരെല്ലാം തന്നെ ഓർക്കാം. ഇന്ന് വളരെ നല്ലൊരു ശബദിൻ്റെ മണിക്കൂർ നമുക്ക് നൽകുവാൻ തക്കൊണ്ട് ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് എറണാകുളം കലൂർ സെവന്തിലെ അഡ്വൻറ്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്നതായ പാസ്റ്റർ പുരുഷോത്തമൻ TM അവറുകളാണ്. ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് ക്രൂശിൻ്റെ മറവിൽ നിന്ന് സംസാരിക്കാൻ തക്കവണ്ണം പ്രിയമാനെ ദൈവം എടുത്തുപയോഗിക്കുവാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സമയം ഈ ഒരുക്കുന്ന ശുശ്രൂഷയുടെ ആരംഭമായി നമുക്ക് ഏവർക്കും ചേർന്ന് 632 പാട്ട് പാടാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ, മാറാമധുരമായി മാറ്റിടുമേ, മാറാമധുരമായി മാറ്റിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ.
വേദവായനയുടെ ഭാഗമായി 67-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. നമുക്ക് കണ്ണുകളെ അടച്ച് ഈ ഒരുക്കുന്ന ശുശ്രൂഷയുടെ ആരംഭമായി പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ദൈവം ഈ ശബദിൻ്റെ പ്രാരംഭ മണിക്കൂറുകളിൽ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് അവിടുന്ന് അനുഗ്രഹിച്ച് അടിയങ്ങൾക്ക് ഒരുക്കി വെച്ചതായ ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പിതാവേ. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ തിരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെല്ലാം ദൈവമേ, അടിയങ്ങൾ പല സാഹചര്യങ്ങളിലായിരുന്നു, അടിയങ്ങൾ പല വേലകളിൽ ഏർപ്പെട്ടിരുന്നു. ദൈവമേ, ഈ ഒരു ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് യാതൊരു ആപത്തും അനർത്ഥവും കൂടാതെ അങ്ങ് അവിടുന്ന് കാത്തു പരിപാലിച്ച് സൂക്ഷിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്നേ ദിവസം ദൈവം അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിപ്പാൻ അല്ലെങ്കിൽ അങ്ങോട് യാചിപ്പാൻ അടിയങ്ങൾ യോഗ്യരല്ല. അങ്ങയുടെ തിരു സ്നേഹത്താൽ ഞങ്ങളെ ഇന്നും യോഗ്യരാക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ലോകത്തിൻ്റെ ഭാഗത്തിരുന്ന് ഞങ്ങൾ ശ്രവിക്കുന്നതായ എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് കേൾക്കുന്നതായ വചനങ്ങൾ ദൈവമേ ഓരോരുത്തരുടെയും മനസ്സിൽ ഹൃദയസ്ഥമായി ഓരോരുത്തരുടെയും മനസ്സിൽ പതിയുവാൻ, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾക്ക് ഒരുക്കുവാൻ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഉതകുന്ന വചനങ്ങളായി തീരുമാനമാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്ന് വചനത്തിന് സംസാരിക്കുന്നതായ പ്രിയ പാസ്റ്ററെ അങ്ങ് അവിടെ അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കരുതൽ പ്രിയമാനോടൊപ്പം ഉണ്ടായിരിക്കുമാറാകണമേ. അടിയങ്ങളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ചൊരിയുമാറാകണമേ. കേൾക്കുന്നതായ വചനങ്ങൾ ഗ്രഹിപ്പാനുള്ള അനുഗ്രഹത്തെ അവിടെ തരുമാറാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദത്തിൻ്റെ മണിക്കൂറുകളിലെല്ലാം ദൈവം എത്രയും വിശുദ്ധിയോടുകൂടി ആയിരിക്കാൻ സഹായിക്കുമാറാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസ്നേഹത്താൽ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കുമാറാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകലവും യേശുക്രിസ്തു മോഹനന് താഴ്മടി യാചിക്കുമ്പോൾ കൃപയോടെ കേട്ടു ഉത്തരമുള്ള സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബദിൻ്റെ ഈ നല്ല സമയത്ത് നമുക്ക് ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും വലിയവനെ ദൈവം നമ്മളെ സഹായിച്ച ഈ നല്ല കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങൾ മുമ്പാകെ നിൽക്കുവാൻ വലിയവനെ ദൈവം എന്നെ ശക്തീകരിക്കുകയും അതിനുള്ള അവസരം നൽകി തന്ന നോർത്ത് കേരള സെക്ഷൻ്റെ നേതൃത്വത്തോടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയമക്കളോടും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ വെസ്പർസ്പസിലേക്ക് നമുക്ക് തുടർന്നും ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനെ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാവുന്ന അടിയങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനും നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ ഒരു നല്ല അവസരം കൂടി കർത്താവിയോട് ഒരുക്കി തന്ന കൃപകളോത്തടങ്ങി നിന്നെ സ്തുതിക്കുന്നു. ലോകം വളരെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ കർത്താവെ കടന്നു പോകുന്നു. അനേകായിരങ്ങൾ കർത്താവെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഈ ലോകത്തിൽ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നു. അടിയങ്ങൾ എത്രത്തോളം അവിടുത്തെ ചെറുവന്മറിൽ സൂക്ഷിക്കുകയും അവിടുത്തെ സന്നിൽ കടന്നു വന്ന കർത്താവെ അടിയങ്ങൾക്കൊരിക്കൽ കൂടി ദൈവം ചെയ്ത ഉപകാരങ്ങൾ നന്മകളെ ഓർക്കുവാനും അടിയങ്ങളെ സഹായിച്ച കൃപയ്ക്ക് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവ് നിന്റെ സന്നിധിയിടങ്ങളായിരിക്കുമ്പോൾ തിരുസാന്നിധ്യത്തിൽ കർത്താവ് ഇടങ്ങളെ ഇവിടെ നിറയ്ക്കുകയും പരിപാലിക്കുകയും പ്രത്യേകിച്ച് കർത്താവെ ഇത് കേൾക്കുകയും ദർശിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവെ വ്യക്തിപരമായും കുടുംബമായും സഭകളായും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസ പ്രതികൂലങ്ങളിൽ നിന്ന്
രോഗദുഃഖങ്ങളിൽ നിന്ന് മറ്റെല്ലാ ബുദ്ധിമുട്ടും കർത്താവ് അവിടുന്ന് വിടുവിച്ച് അവിടുത്തെ കൃപയിലും സമാധാനത്തിലും സന്തോഷത്തിലും കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും കൂടിയിരിക്കുകയും ചെയ്യണം. അവിടുത്തെ സുവിശേഷ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വയൽപ്രദേശ കർത്താവിൻ്റെ ശുശ്രൂഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സഭാ സ്ഥാപനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം നടത്തിപ്പ് അവിടുത്തെ കർത്താവ് സ്വർഗീയമായ ആലോചന അവിടങ്ങൾക്ക് എല്ലാവർക്കും തന്നു ഈ പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളിൽ മുൻപോട്ട് കർത്താവിടങ്ങൾക്ക് ജീവിപ്പാൻ തക്കവണ്ണം ആവശ്യമായ കർത്താവെല്ലാ അനുഗ്രഹവും അവിടുത്തെ കൃപയും ബുദ്ധിയും ജ്ഞാനവും തന്ന് അവിടങ്ങളെ കർത്താവിടുന്ന് വഴി നടത്തുകയും പരിപാലിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കണം. അവിടങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണം. മനോമത്തെ കർത്താവ് എടുക്കണം. എല്ലായിടങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുനാം ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശബ്ദത്തിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തക്കവണ്ണം ദൈവം എന്നെ വീണ്ടും സഹായിച്ചതോർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിരവധി പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലൂടെയാണ് ലോകം കടന്നു പോകുന്നതും. മനുഷ്യൻ ഇതിനു മുൻപ് നമ്മുടെ ഓർമ്മയിൽ നേരിടാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള നിരവധി ബുദ്ധിമുട്ടുകളുടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ജീവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാനും നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ആകുലതകളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുവാനും വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാനും നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട്, സഹവിശ്വാസികൾക്കായിട്ട്, നമ്മുടെ സമൂഹത്തിനായിട്ട് പ്രാർത്ഥിപ്പാനും നമുക്ക് ഈ അവസരം കർത്താവ് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ആലോചനയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനം, എൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിലെ ചില വാക്യങ്ങളാണ് ആലോചനയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഞാൻ തിരഞ്ഞെടുക്കുവാൻ കാരണം പൗലോസിൻ്റെ ലേഖനങ്ങൾ നമുക്ക് പൊതുവെ അറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യർക്ക് ദൈവത്തെ അറിയുവാനും കർത്താവ് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം തൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾ, മനുഷ്യന് വേണ്ടി കർത്താവ് യേശുക്രിസ്തു സഹിച്ച കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നാം എങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി ഈ ഭൂമിയിൽ വിശ്വാസത്തിൽ ജീവിക്കണം, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം, നാം വിശ്വാസ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, നാം അറിഞ്ഞിരിക്കേണ്ടതായ ഉപദേശങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് നൽകിത്തരുന്ന ലേഖനങ്ങൾ അപ്പോസ്തലൻ പൗലോസ് രചിക്കുകയും ഇന്ന് ക്രൈസ്തവ ലോകത്ത് അനേകർ ഈ ലേഖനങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതിലുപദേശങ്ങൾ മനസ്സിലാക്കുകയും അതിന് പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളുണ്ട്. വളരെ ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ദൈവിക സത്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നതിൽ, നമുക്ക് പറഞ്ഞു തരുന്നതിൽ വളരെ ശ്രദ്ധ വെച്ചിരുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ് അപ്പോസ്തലൻ പൗലോസ്. ഈ തിമോഥെയോസിന് എഴുതുന്ന 2-ാം ലേഖനം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി എഴുതിയ ലേഖനമായിട്ടാണ് പരിഗണിക്കുന്നത്. അത് തൻ്റെ ജീവിത സായാഹ്നത്തിൽ യുവാവും
എഫെസോസ് സഭയുടെ ശുശ്രൂഷനുമായ തിമത്യോസിന് എഴുതുന്നതാണ്. തിമത്യോസിന് എഴുതുന്ന ഈ 1ഉം 2ഉം ലേഖനങ്ങളും അതുപോലെ തീത്തോസിൻ്റെ ലേഖനവും പൊതുവെ ഇടയലേഖനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ ലേഖനം ഏകദേശം AD 64 ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ വെച്ചാണ് പൗലോസ് എഴുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ പൗലോസ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വീട്ടുതടങ്കലിലായിരുന്നു. പൗലോസ് സ്വതന്ത്രനായിരുന്നു. പൗലോസിന് മറ്റ് പ്രയാസങ്ങളോ കഷ്ടങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നു. എന്നാൽ 2ാം ലേഖനം അദ്ദേഹം എഴുതുന്നത് റോമിലെ കാരാഗൃഹത്തിൽ വെച്ചാണ്. താൻ 1ാം ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് തൻ്റെ പ്രിയ സഹോദരനായ വിശ്വാസത്തിൽ പൗലോസ് നിജപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന തിമത്യോസിന് ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ആയിരുന്നത്. അതിൻ്റെ കാരണവും നമുക്കറിയാം. നീറോ ചക്രവർത്തി റോമ സാമ്രാജ്യം ഭരിക്കുന്ന സമയത്ത് റോമിൽ വളരെ വലിയൊരു അഗ്നിബാധ ഉണ്ടാകുവാനിടയായി. ആ അഗ്നിബാധ ഉണ്ടാകുവാൻ കാരണവും നീറോ ചക്രവർത്തി തന്നെ ആയിരുന്നു എന്നതാണ് അതിൻ്റെ സത്യം. എന്നാൽ അദ്ദേഹം ആ ഒരു വലിയ കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ക്രിസ്ത്യാനികളുടെ നേതാവായ പൗലോസിനെ അതിൻ്റെ പേരിൽ തടവിലാക്കുകയും വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് പൗലോസിനെ വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും പ്രയാസവും കഷ്ടവും അസ്വാതന്ത്ര്യവും പീഡനങ്ങളുമുള്ള ഒരു സാഹചര്യത്തിലാണ് പൗലോസ് തൻ്റെ 2ാം ലേഖനം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം AD 67 ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ലേഖനം തികച്ചും വ്യക്തിപരമായ ഒന്നാണ് എന്നാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പ്രധാനമായിട്ടും തൻ്റെ ശിഷ്യനായ തിമത്യോസിനോട് താൻ അവസാനമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രബോധനങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പൗലോസ് തിമത്യോസിനെ അത്രമാത്രം ആഴമായിട്ട് സ്നേഹിച്ചിരുന്നു. തിമത്യോസിൻ്റെ ജീവിത പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ പൗലോസിന് ഇഷ്ടമാകുകയും അതുകൊണ്ട് തന്നെ തിമത്യോസിനെ തൻ്റെ ഒരു ശിഷ്യൻ മാത്രമല്ല തൻ്റെ ഒരു മകൻ എന്ന സ്ഥാനത്തിൽ വിശ്വാസത്തിൽ നിജപുത്രൻ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് തിമത്യോസിന് എഴുതുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം തൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് പൗലോസ് അറിയുകയും അതിനു മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ തിമത്യോസിനെ കാണണമെന്ന് അതിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തിമത്യോസിനോട് ആവശ്യപ്പെടുന്നത്, നീ റോമിലേക്ക് വരണം, എന്നെ കാണണം എന്നാണ്. വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുവരണമെന്നും അദ്ദേഹം തിമത്യോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചരിത്രം പറയുന്നത് തിമത്യോസ് എത്തിയപ്പോഴേക്കും പൗലോസിൻ്റെ ശിരച്ഛേദം കഴിഞ്ഞിരുന്നു എന്നാണ്. താമസിയാതെ തിമത്യോസിനെയും അധികാരികൾ കൊല ചെയ്തു എന്നാണ് വിശ്വസിച്ച് പോരുന്നത്. ഈ 2ാം ലേഖനം അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ശിഷ്യനായ തിമത്യോസിന് എഴുതുമ്പോൾ ഏകദേശം 67 AD എന്ന് പറയുമ്പോൾ നാം ഇന്ന് കണക്കൂട്ടുമ്പോൾ ഏകദേശം 1955 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഈ 1955 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ശിഷ്യനായ തിമത്യോസിന് തൻ്റെ അവസാനത്തെ ലേഖനത്തിൽ
എഫെസോസിലെ സഭയുടെ ശുശ്രൂഷൻ എന്ന ആ സ്ഥാനത്ത് തിമോത്തിയോസ് ആയിരിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷ, തൻ്റെ പ്രവർത്തനം എഫെസോസിലെ സഭയ്ക്കും അവിടെയുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, പൊതുവായിട്ട് ക്രിസ്തീയ വേലയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, അല്ല തൻ്റെ പ്രവർത്തനം സുവിശേഷ വേലയ്ക്ക് എത്രമാത്രം ഊന്നൽ നൽകുന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് നൽകുന്നതാണ് എന്ന് പൗലോസ് മനസ്സിലാക്കിയതുകൊണ്ട് തിമോത്തിയോസ് ചില കാര്യങ്ങൾ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ, തൻ്റെ പ്രവർത്തനത്തിൽ, തൻ്റെ ശുശ്രൂഷയിൽ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിൽ ജാഗ്രതയുള്ളവനായിരിക്കണം, ചില കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒടുവിലത്തെ ലേഖനമായ 2-ാം ലേഖനം തിമോത്തിയോസിന് എഴുതുന്നത്. അതിൽ പ്രധാനമായിട്ടും പൗലോസ് പ്രതിപാദിക്കുന്നത് അന്ത്യകാലത്ത് ഈ ഭൂമിയിലെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അന്ത്യകാലത്ത് ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തിമോത്തിയോസിന് എഴുതുന്ന ഈ എഴുത്തുകൾ, ലേഖനം നാം ഇന്നത്തെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നാം വായിക്കുമ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രമാത്രം അനുയോജ്യമാണ്, അത് എത്രമാത്രം ശരിയാണ്, പൗലോസ് അന്ന് ചിന്തിച്ചിരുന്ന, ആലോചിച്ചിരുന്ന, മനസ്സിലാക്കിയിരുന്ന, അല്ലെ താൻ തൻ്റെ പരിശുദ്ധാത്മ ശക്തിയിൽ കണ്ടിരുന്ന ആ ഒരു സാഹചര്യം എത്രമാത്രം ശരിയായിട്ട് ഇന്ന് വന്ന് ഭവിച്ചിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നുവെന്ന് നാം വിശകലനം ചെയ്യുമ്പോൾ പൗലോസ് എത്രമാത്രം ആത്മപ്രേരിതമായിട്ടാണ് ആ 2-ാം ലേഖനം തൻ്റെ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം പഠിക്കുന്നത്, നാം വിശ്വസിക്കുന്നത് ഈ തിരുവചനത്തിലെ ഒരു വാക്ക് പോലും, ഒരു വാക്യം പോലും ഒരു വ്യക്തിയുടെയും ബുദ്ധിയിലോ തൻ്റെ സ്വന്തം ജ്ഞാനത്തിലോ എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനെ ഉളവായതോ അല്ല. അത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർക്ക് നൽകിയ വചനങ്ങൾ അവർ രേഖപ്പെടുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പൗലോസ് തൻ്റെ അന്ത്യകാല സമയത്ത്, അല്ലെങ്കിൽ തൻ്റെ നിര്യാണം എടുത്തു എന്ന് താൻ വിശ്വസിച്ച സമയത്ത് തൻ്റെ ശിഷ്യനായ തിമോത്തിയോസ് എത്രമാത്രം ശുഷ്കാന്തിയോടും ജാഗ്രതയോടും ശ്രദ്ധയോടും ഉത്തരവാദിത്വ ബോധത്തോടും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക മാത്രമല്ല, അത് സഭയുടെ വളർച്ചയ്ക്കും സഭയിലെ വിശ്വാസികളുടേതായ കൂട്ടായ്മയ്ക്കും അവരുടെ അനുഗ്രഹത്തിനും അവരുടെ കൂടിവരവിനും അവരുടെ സന്തോഷത്തിനും അവരുടെ വളർച്ചയ്ക്കും എത്രമാത്രം അത് പ്രാധാന്യം നൽകുന്നതാണ്, അല്ലെങ്കിൽ എത്രമാത്രം അത് പ്രയോജനപ്പെടുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുവാൻ പൗലോസിന് കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് തിമോത്തിയോസിനോട് ചില കാര്യങ്ങൾ മുന്നറിയിക്കുവാൻ പൗലോസിന് പരിശുദ്ധാത്മ മുഖാന്തരം ഇടയായി തീർന്നത് എന്നീ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഈ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം, അതിലെ 1, 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണിത്. കാരണം അനേക പ്രാവശ്യം, അനേക തവണ നമ്മളിത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനേകരുടെ പ്രസംഗങ്ങൾ നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന വേദഭാഗമാണ് ഈ 2 തിമോത്തിയോസ് 3-ാം അധ്യായം, അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ. ഞാൻ ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ ഒരു വേദഭാഗം ഞാൻ എടുക്കുവാൻ തീരുമാനിച്ചത്, നാം ഇന്ന് നേരിടുന്ന, നാം ഇന്ന് കാണുന്ന, നാം ഇന്ന് മനസ്സിലാക്കുന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥ, ഈ ലോകത്തിൻ്റെ സാഹചര്യം, മനുഷ്യരുടെ ജീവിതം, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, സ്വഭാവത്തിലെ വ്യതിയാനങ്ങൾ, ലോകത്തിലുണ്ടാവുന്ന ലോകക്രമത്തിൻ്റെ മാറ്റം, അവിടെ ഉണ്ടാവുന്ന വ്യത്യസ്തമായ പുതിയ സാഹചര്യങ്ങൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് എത്ര ശരിയായിട്ടാണ്, കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തിമോത്തിയോസിന് ഈ കാര്യം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും നമുക്കത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനും കഴിയും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഭാഗം വളരെ ശരിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാവുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വേദഭാഗം ചിന്തിക്കാം, അല്ലെങ്കിൽ അതൊന്ന് വായിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ ചിന്തിക്കുവാൻ കാരണം, ഈ ഭാഗം വാസം പറഞ്ഞാൽ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രസംഗിച്ച് പറയേണ്ട കാര്യമില്ല.
കാരണം അത് അത്രമാത്രം സ്വയമായിട്ട് അത് വിശദീകരണം നൽകുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ തന്നെ അതിൻ്റെ ആത്മീയോപദേശങ്ങളും അതിൻ്റെ മറ്റ് സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അത് മറ്റൊരാളുടെ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. നാം സാവകാശം മനസ്സിരുത്തി ശ്രദ്ധയോടെ ഈ വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സംഭവവികാസങ്ങളുമായിട്ട് നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ എത്രമാത്രം അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമില്ല. എങ്കിലും ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഈ വാക്യങ്ങളുടെ പശ്ചാത്തലമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് മനുഷ്യൻ ഈ ലോകത്ത് അനേക പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം എത്രയോ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ദുരന്തങ്ങൾ, വിനാശങ്ങൾ, മഹാമാരികൾ, പ്രളയങ്ങൾ, വരൾച്ച, അഗ്നിബാധ, രൂക്ഷമായ കാലാവസ്ഥ, അസ്ഥിരമായ സാമ്പത്തിക രംഗം, അതുപോലെ നാശം നേരിടുന്ന പ്രകൃതി, ആഗോളതാപനം സൃഷ്ടിക്കുന്ന വൻ ദുരന്തങ്ങൾ, ഭീകരവാദവും മതരാഷ്ട്രവാദവും ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ, ഇതൊക്കെ നമ്മൾ ഇന്നും കേൾക്കുകയും മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനതൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ കാര്യങ്ങളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ ദിനം തോറും ഇന്ന് നമ്മൾ ആവർത്തിച്ചും അല്ലാതെയും പത്രങ്ങളിലൂടെയും മറ്റ് വാർത്താമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രമാത്രം ഒരു പ്രയാസം, പ്രതിസന്ധി, പ്രശ്നങ്ങൾ, അതുപോലെ ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഈ കഴിഞ്ഞ 2 വർഷത്തെ അനുഭവങ്ങൾ നമുക്ക് ആവർത്തിക്കേണ്ട ആവശ്യമില്ല, അത് ആവർത്തന വിരസതയായി പോകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഈ 2 വർഷം മനുഷ്യൻ നേരിട്ട പ്രയാസങ്ങൾ, ദുരന്തങ്ങൾ, വേദനകൾ, വിഹുലതകൾ, നിരാശ, അതുപോലുള്ള അവസ്ഥകളിൽ നിന്ന് മനുഷ്യന് കരകയറി തുടങ്ങുന്ന സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ലോകം വന്നുപെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുവെങ്കിലും നാം വിശ്വസിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനൊരു അവസ്ഥയിലേക്ക് അത് കടന്നു പോകാതെ ലോക നേതാക്കന്മാരുടെ ഹൃദയങ്ങളോട് സ്വർഗത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുവാനും കഷ്ടപ്പെടുന്ന, പ്രയാസം നേരിടുന്ന, സ്വന്തം രാജ്യവും സ്വന്തം ഭവനങ്ങളും സ്വന്തക്കാരെയൊക്കെ വിട്ട് ഓടിപ്പോകേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സമാധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ഈ യുദ്ധമുഖത്ത് നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെയും ഹൃദയങ്ങളിൽ ഇടപെടട്ടെ, സംസാരിക്കട്ടെ. അങ്ങനെ ഒരു സമാധാനം ലോകത്ത് പുനഃസ്ഥാപിക്കപ്പെടുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കോവിഡ് ബാക്കി വെച്ച ജനത്തെ യുദ്ധമില്ലാതാക്കുന്ന ഒരു സാഹചര്യം പെട്ടെന്ന് രാജ്യത്ത് സംജാതമാകുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഉത്കണ്ഠാകുലരായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, സഹായത്തിന് ആരോട് അപേക്ഷിക്കണമെന്നറിയാതെ വിഹുലരായിട്ട്, ഭയമുള്ളവരായിട്ട്, ആശങ്കയുള്ളവരായിട്ട് ഇന്ന് ലോകത്ത് കഴിയുന്നത്. പ്രത്യേകിച്ച് ഉക്രൈൻ പ്രദേശങ്ങളിൽ, അതുപോലെ മറ്റ് പ്രാന്ത പ്രദേശങ്ങളിൽ, മറ്റ് അയൽ രാജ്യങ്ങളിൽ, വേണ്ട നമ്മുടെ രാജ്യമടക്കം പ്രയാസങ്ങളിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായും പൗലോസിൻ്റെ ഈ 2-ാം ലേഖനം തിമത്യോസിന് എഴുതുമ്പോൾ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൽ മുന്നറിയിപ്പ് കൊടുക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ മനുഷ്യ ജീവിതവുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ അതെത്ര ശരിയാണ് എന്ന വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസിൻ്റെ ഈ വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നമുക്ക് ഒന്ന് വായിക്കാം. അത് എത്രമാത്രം ഇന്നത്തെ സമൂഹവുമായിട്ട് ഒത്തുപോകുന്നതാണ് അല്ലെങ്കിൽ എത്ര ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. എൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എത്രമാത്രം ദുർഘടമായ സമയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം അനേക രാജ്യങ്ങളിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ആ ജീവിത സാഹചര്യങ്ങൾ, ആ രാജ്യങ്ങളിലെ ചുറ്റുപാടുകൾ, അവസ്ഥകൾ, അവർ നേരിടുന്ന വിവിധ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വളരെ ദുർഘടം പിടിച്ച അല്ലെങ്കിൽ ദുർഘടമായ കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം മറ്റൊന്നുമല്ല,
നാം ഈ ലോകത്തുള്ള രാജ്യങ്ങളെ നമ്മളെടുത്ത് ഒന്ന് ഓടിച്ച് പരിശോധിച്ചാൽ സമാധാനവും സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യവും ഒരു ഭരണകൂടവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാ രാജ്യങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അസ്ഥിരതകൾ, അതുപോലെ ആഭ്യന്തര യുദ്ധങ്ങൾ, തീവ്രവാദങ്ങൾ, സാമ്പത്തിക കുഴപ്പങ്ങൾ, അതുപോലെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിറത്തിൻ്റെ പേരിലുള്ള ഭിന്നതകൾ, അങ്ങനെ അനേക കാര്യങ്ങൾ ഇന്ന് ഓരോ രാജ്യങ്ങളിലും നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അപ്പോൾ ഇത് പൗലോസ് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് തൻ്റെ ശിഷ്യനായ തിമത്തിയോസിനോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ദുർഘട സമയങ്ങൾ വരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താവുന്നു എന്നുകൂടി പൗലോസ് അവിടെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെ പരിശുദ്ധാത്മാവ് പൗലോസിന് കാണിച്ചു കൊടുത്ത ആ ഒരു ദർശനത്തിൽ നിന്നുകൊണ്ട്, അറിവിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരുമായി തീരും എന്നാണ്. നാം ഇന്ന് നമ്മുടെ സമൂഹത്തെ ഒന്ന് എടുത്തു നോക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ നമ്മളൊന്ന് എടുത്തു നോക്കുക. ഇന്ന് മനുഷ്യൻ്റെ സ്വഭാവ രീതികൾ നമ്മൾ എടുത്ത് നോക്കുക. മനുഷ്യൻ്റെ പ്രവർത്തന രീതിയെ നമ്മളൊന്ന് പഠിച്ചു നോക്കുക. മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ രീതി, അവൻ ചെയ്യുന്ന കാര്യങ്ങളുടേതായ ഒരു നടപടി എങ്ങനെയാണ്, എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ വേണം നമ്മൾ ഓരോ ദിവസത്തെ വർത്തമാന പത്രങ്ങളോ ഓരോ ദിവസത്തെ നമ്മൾ വാർത്താ ചാനലുകളോ നമ്മൾ ശ്രവിച്ചാൽ ഈ പറയുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് അതാവുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാകുന്നു എന്ന് നമുക്ക് അക്കമിട്ട് നമുക്ക് എഴുതി വയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പം മനുഷ്യർ വാസ്തവം പറഞ്ഞാൽ സ്വസ്നേഹികൾ അല്ലെങ്കിൽ സ്വാർത്ഥരായി മാറുമെന്ന് പൗലോസ് പറയുമ്പോൾ ഇന്ന് മനുഷ്യൻ എത്രമാത്രം സ്വാർത്ഥതയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ സ്വാർത്ഥരായി തീർന്നിരിക്കുന്നുവെന്ന് എത്രയോ സംഭവങ്ങൾ നമുക്കെടുത്ത് പറയുവാൻ സാധിക്കും. കാരണം ഇന്ന് മറ്റുള്ളവരുടെ സന്തോഷമോ മറ്റുള്ളവരുടെ സമാധാനമോ അല്ലെ മറ്റുള്ളവരുടെ വളർച്ചയോ അല്ലെ മറ്റുള്ളവരുടേതായ ജീവിത സുഖങ്ങളോ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. കാരണം നമുക്കതൊരു വിഷയമേ അല്ല. എനിക്ക് അല്ലെ എൻ്റെ കുടുംബത്തിന്, അത് കുടുംബം പോലും ആ സമയം അനേകർക്കൊരു വിഷയമായി മാറുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഒരു കുടുംബത്തിൽ തന്നെ വാസ്തവം പറഞ്ഞാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്നവർ, അവരെ നശിപ്പിക്കുന്നവർ, അതുപോലെ അവരെ മറ്റുള്ളവർക്ക് വിൽക്കുന്നവർ, പണം വാങ്ങി എന്ത് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ച് കൊടുക്കുന്നവർ, ഇങ്ങനെയുള്ള വാർത്തകൾ ദിനംതോറും നമ്മൾ വായിക്കുമ്പോൾ വാസ്തവം പറഞ്ഞാൽ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമാകുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം ദ്രവ്യാഗ്രഹമാണ് വാസ്തവമായി ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ, ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾ, ഇത്തരത്തിലുള്ള ദുഷ്ടതകൾ, ഇത്തരത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ മനുഷ്യൻ ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ ദ്രവ്യാഗ്രഹം ഉള്ളവൻ ആയിട്ടാവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് പണം സമ്പാദിക്കുക, സുഖമായി ജീവിക്കുക, അതെങ്ങനെ സമ്പാദിക്കണം, എനിക്കെങ്ങനെ സുഖമായി ജീവിക്കാൻ കഴിയും, അതിനുള്ള ശരിയായ വഴി എന്താണ് എന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുവാനോ ചിന്തിക്കുവാനോ അത് മനസ്സിലാക്കുവാനുള്ള സമയം മനുഷ്യന് ഇല്ല. കാരണം തനിക്ക് ലഭിക്കുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രമാത്രം തനിക്ക് സന്തോഷമായി അല്ലെങ്കിൽ തനിക്ക് എത്രമാത്രം ആർഭാടമായിട്ട് ജീവിക്കാൻ കഴിയും, അതിനുള്ള വഴി എന്താണെന്ന് മാത്രം ചിന്തിക്കുക. ആ ഒരു ജീവിതം സ്വായത്തമാക്കുവാനെങ്കിൽ അത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് ദോഷമായാലും മോശമായാലും അത് ഏറ്റവും നികൃഷ്ടമായ കാര്യമായി പോലും അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിലേക്ക് ഇന്ന് മനുഷ്യൻ മാറിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പം അതുകൊണ്ട് മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും നമുക്കനേകരെ അറിയാം. ഇപ്പോൾ തങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച്, തങ്ങളുടെ കഴിവിനെക്കുറിച്ച്, തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച്, തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, തങ്ങളുടെ വീടുകളെക്കുറിച്ച്, തങ്ങളുടെ വാഹനങ്ങളെക്കുറിച്ച് വമ്പ് പറയുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കാണുന്നു. ഒരുപക്ഷെ നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്തവരല്ലാത്തതുമായ എത്രയോ ആൾക്കാർ നമ്മളൊരുപക്ഷെ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങനെയുള്ള എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നു, പ്രത്യക്ഷമായോ പരോക്ഷമായോ. പക്ഷേ നമ്മളൊരു കാര്യം മനുഷ്യർ മനസ്സിലാക്കേണ്ടത്, ഈ വമ്പ് പറയുവാൻ തക്കതായ ഒരു ജീവിതം ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ഉണ്ടാകുവാനോ ഉണ്ടാക്കിയെടുക്കുവാനോ കഴിയുന്ന സാഹചര്യം അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് പലപ്പോഴും നാം മറന്നു പോവുകയും അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് പലപ്പോഴും നമ്മൾ വമ്പ് പറയുന്നത് നമ്മളെക്കുറിച്ച്.
ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് വമ്പ് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് ചിന്തിക്കാനുള്ള സമയം എനിക്കില്ല. കാരണം അത് എൻ്റെ കഴിവാണ്, അല്ലെ എൻ്റെ പ്രത്യേകതയാണ്, അല്ലെ എനിക്കുള്ള അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എൻ്റെ ശ്രേഷ്ഠതയാണ് ഇതിനൊക്കെ കാരണം. ഞാൻ അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ്, അല്ലെ ഞാനങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഞാനങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ്, അല്ലെ ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ക്രമീകരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ആയത്, ഞാൻ ഇങ്ങനെ ആയിത്തീർന്ന് എനിക്ക് ലഭിച്ചത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് അധികവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നാം ഈ ലോകത്ത് ഇതേ അവസ്ഥയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ സന്തോഷം നമുക്കുണ്ടെങ്കിൽ, സമാധാനമുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സമാധാനമുള്ളതാണെങ്കിൽ, നമ്മുടെ പ്രവർത്തന മേഖലകൾ സമാധാനമുള്ളതാണെങ്കിൽ, അതിന് കാരണം നാം അല്ല, നമ്മെ നയിക്കുന്ന, നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് അതിന് നമ്മളെ ഇടയാക്കി തീർക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു സാവകാശം ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് പലപ്പോഴും മനുഷ്യൻ അവനെക്കുറിച്ച് വമ്പ് പറയുന്നു. എൻ്റെ സാഹചര്യം, എൻ്റെ ഭവനം, അല്ലെ എൻ്റെ ബന്ധുക്കൾ, അല്ലെ എൻ്റെ സുഹൃത്തുക്കൾ, അവരാരൊക്കെയാണെന്ന് അറിയാമോ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അറിയാമോ, അല്ലെ എനിക്ക് എത്രമാത്രം സ്വാധീനം അവരുടെ ഇടയിൽ ഉണ്ടെന്ന് അറിയാമോ. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ വളരെ വാസം പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത വാക്കുകൾ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, വമ്പ് പറയുന്നവരും അഹങ്കാരികളും. ഇന്ന് വാസം പറഞ്ഞാൽ മനുഷ്യൻ്റെ അഹങ്കാര സ്വഭാവം എത്രമാത്രം അത് വളരെ മോശമായി വളർന്നിരിക്കുന്നുവെന്ന് അനേക ഉദാഹരണങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ നശിപ്പിക്കുവാനും കൊല്ലുവാനും, അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമാക്കാനും, അവരെ മോശമായി ചിത്രീകരിക്കുവാനും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാനും, അല്ലെങ്കിൽ എഴുതുവാനും, അതിന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുവാനും ഒക്കെ ഒരല്പം പോലും മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് പ്രിയ ദൈവമക്കൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നാം എത്രമാത്രം ആ കാര്യങ്ങൾ ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവർ ആയിരിക്കണം, എത്രമാത്രം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടവരായിരിക്കണം, എത്രമാത്രം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം എന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഓർത്തിരിക്കുന്നത് ഏറ്റവും നല്ലതും, അത് മറന്നുപോകാതിരിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതും നല്ലതാണ്. മനുഷ്യരുടെ അഹങ്കാരികളും ദൂഷകന്മാരും എത്രമാത്രം മറ്റുള്ളവരെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെയോ ദോഷമുണ്ടാക്കാം, എത്രമാത്രം അവരെ അപഹസിക്കാം, എത്രമാത്രം അവർക്ക് പ്രയാസങ്ങളുണ്ടാക്കാം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, തങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് തങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ടത് അത് മാത്രം ചിന്തിക്കുന്നു. മറ്റുള്ള ജീവിതങ്ങൾ ഒരു പ്രശ്നമായിട്ട് തോന്നാത്തൊരവസ്ഥ. മാത്രമല്ല അവർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ, അനേക യുവാക്കൾ വാസം പറഞ്ഞാൽ വീട്ടിൽ മാതാപിതാക്കളെ അനുസരണമില്ലാത്തവരായി ജീവിക്കുന്ന ജീവിതാനുഭവങ്ങൾ മാതാപിതാക്കൾ തന്നെ പല സന്ദർഭങ്ങളിൽ പല ഇടങ്ങളിൽ പങ്കുവയ്ക്കുകയും പറയുകയും വേദനിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. കാരണം അത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, മാത്രമല്ല നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരുമായി ജീവിക്കുന്നു എന്നത്. അപ്പോൾ ഇന്ന് എത്രയോ ഭവനങ്ങൾ വാസം പറഞ്ഞാൽ നാം പൊതുവെ കാണുമ്പോൾ എല്ലാ ഭൗതിക സാഹചര്യങ്ങളുമുണ്ട്, സമ്പത്തുണ്ട്, മറ്റെല്ലാ സുഖലോലുപതയിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ആ ഭവനത്തിൽ സമാധാനമോ അല്ലെങ്കിൽ സന്തോഷമോ സഹകരണമോ വിശ്വാസമോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടേതായ ഊഷ്മളതകളോ സൂക്ഷിക്കുവാൻ കഴിയാത്ത ദിവസാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ട്. ഇതുതന്നെയാണ് പൗലോസ് തിമോത്തിയോസിനോടും പറയുന്നത്. ഇന്നത്തെ കാലത്ത് അന്ത്യകാലഘട്ടങ്ങളിൽ ദുർഘട സമയങ്ങൾ വരും. ആ ദുർഘട സമയം എന്താണെന്ന് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് ദുർഘട സമയങ്ങളെന്ന്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം ഇന്ന് പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ സമയങ്ങളൊക്കെ ദുർഘട സമയങ്ങൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും അങ്ങനെ തന്നെ എത്രയോ മനുഷ്യർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് മാത്രമല്ല അത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ അനേക ദൈവ മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ആ ശക്തിയാൽ അവർക്ക് ലഭിച്ച തിരുവചനം അനുസരിച്ച് അല്ലെങ്കിൽ അരുളപ്പാടുകൾ അനുസരിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെ അവരും പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പൗലോസ് മാത്രമല്ല കാര്യം പറയുന്നത്. തിരുവചനത്തിൽ അനേക ഭാഗങ്ങൾ നമുക്കങ്ങനെയുള്ള ഇതിനോട് തുല്യമായ വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലായിടത്തും നമുക്ക് പരിശോധിക്കാൻ സമയമില്ല. എങ്കിലും യൂദയുടെ പുസ്തകം 18-ാം വാക്യം പറയുന്നത്, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസങ്ങൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നാണ്. അപ്പോൾ അവിടെ യൂദയും പറയുന്നത് അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും.
അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ പരിഹാസികൾ എന്ന് ഇവിടെ യൂദ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് മോശമായ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളിന്ന് പുറമേ കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ തമാശ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. പരിഹാസികളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്ത, ദൈവഹിത പ്രകാരമല്ലാതെ ഈ ലോകത്തിൻ്റെ താല്പര്യമനുസരിച്ചും ഈ ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് പരിഹാസികൾ എന്ന് പറയുന്നത്. കാരണം തിരിച്ചറിവില്ലാത്ത ജനം, വിവേകമില്ലാത്ത ജനം. അപ്പം അതുകൊണ്ട് യൂദ പറയുന്നു അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്ന്. അപ്പോൾ പൗലോസ് മാത്രമല്ല ആ കാര്യം പറയുന്നത്. അപ്പോൾ അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജീവിതം എത്രമാത്രം മാറിപ്പോവുകയും അത് ദൈവസന്നിധിയിൽ അത് കൊള്ളാത്തതായി തീരുകയും അത് മനുഷ്യന് പ്രയോജനമില്ലാത്തതായി മാറുകയും അത് അവരിലേക്ക് തന്നെ ചുരുങ്ങുന്നതായി തീരുകയും ചെയ്യുന്ന ഒരു ജീവിത അല്ലെങ്കിൽ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ജീവിത രീതി മനുഷ്യന് ഉണ്ടാകുമെന്ന് പൗലോസ് മാത്രമല്ല പറയുന്നത്, യൂദയും പറയുന്നത് അതുതന്നെയാണ്. അത് മാത്രമല്ല പൗലോസ് വീണ്ടും തൻ്റെ റോമർക്കെഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം അതിന് 30-32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗവിരഷ്ടന്മാർ, ആത്മപ്രശംസക്കാർ, പുതുവർഷം ചിന്തിക്കുന്നവർ, മതഭക്തന്മാർ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, അങ്ങനെ മനുഷ്യൻ്റെ ജീവിതം സ്വഭാവം അങ്ങനെയായി മാറുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-32 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് അതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇത് ഇന്നത്തെ കാലഘട്ടമായിട്ട് എത്രമാത്രം അത് യോജിച്ചു പോകുന്നു, എത്രമാത്രം അത് ശരിയാണ് എന്ന് നമുക്ക് ഒന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും പൗലോസോട് പറയുന്നത് 3-ാമത്തെ വാക്യം പറയുന്നത്, ഏഷണിക്കാരായ ആൾക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദ്വേഷികൾ, ദ്രോഹികൾ, ദ്രാഷ്ട്യക്കാർ, നിഗളികൾ, ദൈവപ്രയമില്ലാത്ത മനുഷ്യർ. ഇന്ന് അനേകരെ സംബന്ധിച്ച് നാം കാണുന്നത് ഇങ്ങനെയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരെയും മാറ്റി നിർത്തുവാനോ ആരെയും മോശക്കാരെന്ന് പറയുവാനോ അല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടക്കാത്ത, ജീവിക്കാത്ത, ദൈവഭയമില്ലാത്ത, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, ഈ ലോകത്തെ സ്നേഹിക്കുന്ന, തൻ്റെ സ്വന്തം ഇച്ഛപ്രകാരം ജീവിക്കുന്ന, തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന, അതിന് ആരോടും ആലോചന ചോദിക്കാത്ത, ദൈവസന്നിധിയിൽ കടന്നു വരാത്ത, തൻ്റെ വീഴ്ചകളോ കുറവുകളോ മനസ്സിലാക്കാത്ത, അല്ലെ തൻ്റെ കുറ്റങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെ തൻ്റെ ജീവിതത്തിലെ പാപകരമായ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അപ്പോൾ അതുതന്നെയാണ് ദൈവസന്നിധിയിൽ പൗലോസ് പറയുന്ന പരിഹാസികളെന്നോ അല്ലെങ്കിൽ ഭക്തി കെട്ടവരെന്നോ അനുസരണമില്ലാത്തവരെന്നോ അല്ലെങ്കിൽ കുരളക്കാരെന്നോ ഏഷണിക്കാരെന്നോ അല്ലെങ്കിൽ ദൈവദ്വേഷികളെന്നോ നിഷ്ഠൂരന്മാരെന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ്. കാരണം ഇവർക്കൊന്നും അത്തരം ഈ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് യാതൊരു ബന്ധവും അവർക്കില്ല. പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ദിനംതോറും വചനം പഠിക്കുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ദിനംതോറും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. വാസ്തവം നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ വചനം പഠിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള ക്രമീകരണം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇപ്പം നമുക്ക് പലപ്പോഴും ഈ പല സൂം പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ഒന്നിച്ചേർന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. നാം അങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ പൗലോസ് പറയുന്ന, യൂദ പറയുന്ന, അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മത്തായി സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും എത്രമാത്രം ഇന്നത്തെ ഈ സമയവുമായിട്ട് കാലവുമായിട്ട് എത്രമാത്രം സത്യമുള്ളതാണെങ്കിൽ എത്രമാത്രം അത് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത രീതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയായി തീരുവാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും അതിന് മാറ്റമുണ്ടാകില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്, ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അതിനൊരിക്കലും മാറ്റമുണ്ടാകില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾ അത് അവരുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നോ ജ്ഞാനത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ നിന്നോ ഉണ്ടായിട്ടുള്ളതല്ല. അത് ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ചിന്തകളാണ്, അല്ലെങ്കിൽ ആലോചനകളാണ്. അതിനൊരിക്കലും മാറ്റമുണ്ടാകില്ല. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അനേക കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നത് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, എന്നാൽ അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയ ദൈവമൻ. ഇപ്പോൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു. ഇന്ന് അനേക വ്യക്തികൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ലോകത്തിൽ അല്ലെങ്കിൽ ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ അവർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു, സാക്ഷീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു.
എന്നാൽ അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം തന്നെ സത്യസന്ധമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പ്രസംഗിക്കുന്നവരാണോ, അല്ലെങ്കിൽ അതാണ് അവർ പ്രസംഗിക്കുന്നത് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം 7:15 പറയുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കള്ളപ്രവാചകന്മാരെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്, അതിന് മാറ്റമുണ്ടാകില്ല എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം അത് ശരിയാകുന്നു അല്ലെങ്കിൽ എത്രമാത്രം സത്യമായി തീരുന്നു എന്ന് പരിശോധിപ്പാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പറയുന്നത് അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷമിട്ട്, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം അവർ ആടുകളുടെ വേഷം പൂണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ അടുക്കിലേക്ക് കടന്നു വരുന്നത്. അവർ വളരെ ശാന്തരായിരിക്കും, സൗമ്യരായിരിക്കും, വളരെ മാന്യമായി സംസാരിക്കാൻ അറിയുന്നവരായിരിക്കും, നല്ല വൃത്തിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിച്ചവരായിരിക്കും, അവർ വളരെ ലളിതമായി സംസാരിക്കുന്നവരും നമ്മളോട് വളരെ താഴ്മ ഉള്ളവരും ആയിരിക്കും. അപ്പം അതുകൊണ്ട് നാം അങ്ങനെയുള്ള പ്രവാചകന്മാരെ സൂക്ഷിക്കണം. കാരണം അവർ ആടുകളുടെ വേഷം പൂണ്ട് വരുന്നുവെങ്കിലും അവരകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ, അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ കേൾക്കും. ഞാൻ ആരെയും എടുത്തുദാഹരണം പറയുന്നില്ല, കാരണം നമ്മൾ ആരെയും കുറ്റം പറയുവാൻ അല്ലെങ്കിൽ നമ്മൾ മോശമാക്കാനോ നമുക്ക് ആഗ്രഹമില്ല, നമ്മളത് നമ്മുടെ ജോലിയല്ല അത്. എന്നാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ നമ്മുടെ ചുറ്റുപാടും എത്രയോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് ജനം ഓടിച്ചെല്ലും, വീര്യപ്രവൃത്തി നടത്തിയ ജനങ്ങൾ ഓടിച്ചെല്ലും, അല്ലെങ്കിൽ വലിയ ജനസമൂഹം ഉള്ളിടത്ത് ജനങ്ങൾ ഓടിച്ചെല്ലും, അല്ലെങ്കിൽ വലിയ വെളിച്ചവും ശബ്ദവും വലിയ സ്റ്റേജും കാര്യങ്ങളും കാണുന്നിടത്ത് ആൾക്കാർ ഓടിച്ചെല്ലും. അവർ കരുതുന്നത് അവിടെയാണ് രക്ഷ, അല്ല അവിടെയാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, അല്ല അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കുന്നത് എന്ന് തെറ്റായി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആടുകളുടെ വേഷം കൊണ്ട് വരുന്ന കള്ളപ്രവാചകന്മാരുടെ അടുക്കൽ പോയി മനുഷ്യൻ വീണ്ടും തെറ്റിലേക്കും അന്ധകാരത്തിലേക്കും വീണു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന്. അപ്പോൾ നമ്മൾ തീർച്ചയായും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇത്തരത്തിലുള്ള അവസ്ഥകൾ, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള ജീവിത ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നാം ദൈവത്തിൻ്റെ വചനം ശരിയായി പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിന് പ്രകാരം ജീവിപ്പാനും അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും തെറ്റുകളെയും അല്ലെങ്കിൽ പോരായ്മകളെയും വീഴ്ചകളെയും അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരെയും ദുരുപദേശക്കാരെയും മനസ്സിലാക്കുവാനും അവരിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ദൈവവചനം ശരിയായി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രകാരം ജീവിപ്പാൻ നമുക്ക് കഴിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അവിടെ പത്രോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങൾ കേൾപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നുവെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നതെങ്കിൽ, നാം ദൈവത്തിൻ്റെ വചനമാണ് അനുസരിക്കുന്നതെങ്കിൽ, നാം ദിവസം തോറും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉള്ളവരാകുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം നാം അത് വിട്ട് കളയുന്നുവെങ്കിൽ അത് അറിയാതിരിക്കുന്നേക്കാൾ അവർക്ക് ഏറെ നന്ന്, അല്ലെങ്കിൽ നമുക്ക് ഏറെ നന്ന് എന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നു എന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പൗലോസ് പറയുന്ന പോലെ അന്ത്യകാലഘട്ടത്തിൽ അല്ലെ അന്ത്യസമയത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ, പ്രവർത്തനങ്ങളിൽ, അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, അവൻ്റെ ചുറ്റുപാടുകളിലൊക്കെ ഇത്ര മാറ്റങ്ങൾ ഉണ്ടാവും. നാം ഇന്ന് കാണുന്ന സകല കാര്യങ്ങളും അത് ഇങ്ങനെ തന്നെ സംഭവിക്കുമ്പോൾ തീർച്ചയായും ഈ വചനങ്ങൾ എത്ര കൃത്യമായിട്ടാണ് അത് നിറവേറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഈ പ്രയാസം നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ, സമാധാനമില്ലാത്ത, അസ്ഥിരമായ അല്ലെങ്കിൽ അനിശ്ചിതത്തിൽ നിൽക്കുന്ന ഒരു ലോകത്ത്, കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയുന്ന ഒരു സമയമല്ല ഇത്. ഓരോ രാജ്യങ്ങളും എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഭരണാധികാരികൾക്ക് പോലും നാളെ എങ്ങനെയാണ് തങ്ങളുടെ രാജ്യം മുൻപോട്ട് പോകുന്നത്, കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. അത്രമാത്രം അസ്ഥിരത, അനിശ്ചിതത്വം നമ്മുടെ ലോകത്തെ ഭരിക്കുമ്പോൾ ലോക ജനത സമാധാനലോത്തരായിട്ട് പലയിടങ്ങളിലേക്ക് പലായനം ചെയ്യുമ്പോൾ
എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിതത്തിൽ ഒന്നുമില്ലാതെ അവർ തെരുവിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എറിയപ്പെടുമ്പോൾ കർത്താവ് ഇത്രത്തോളം സമാധാനത്തോടെ ആശ്വാസത്തോടെ നമുക്ക് വേണ്ട ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളെ തന്ന് നമ്മളെ സമാധാനത്തോടെ അവൻ്റെ കൃപയിലും ദിവസം തോറും വഴി നടത്തുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും നമുക്ക് ആവശ്യമായ ആത്മോപദേശങ്ങൾ അവൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിത്തരികയും അതിന് പ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം എത്രമാത്രം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരും ദൈവത്തോട് കടപ്പാടുള്ളവരും ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരും വിനയമുള്ളവരും ആയിരിക്കണമെന്ന് നമ്മൾ ഓർക്കുകയും അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുകയും ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ദൈവസന്നിധി നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ വിടുതലിനും മറ്റുള്ളവരുടെ വിശ്വാസത്തിനും മറ്റുള്ളവരുടെ നന്മയിലേക്ക് മടങ്ങി വരുവാനും നമ്മളെ മറ്റുള്ളവരെ കൂടെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അങ്ങനെ നമുക്കും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും മറ്റുള്ള നമ്മുടെ സഹവിശ്വാസികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമാധാന സന്തോഷം ലഭിക്കാൻ തക്കവണ്ണം നാം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി കരുതുവാനും നമുക്ക് ഉത്തരവാദിത്വമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് തൻ്റെ ശിഷ്യനോട് ഓർമ്മപ്പെടുത്തുന്ന പോലെ അത് നമ്മളും ഓർത്തുകൊണ്ട് ഈ സമയം ദുർഘട സമയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് അന്ത്യകാലമാണ് എന്നൊരിക്കൽ കൂടി നമ്മൾ ഓർത്തുകൊണ്ട് ആ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കി ചിന്തിച്ച് ദൈവത്തിൽ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും ദിനംതോറും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ചിന്ത ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഇന്നത്തെ വെസ്പർ സർവീസിൻ്റെ അവസാനമായി പാട്ടുപുസ്തകത്തിലെ 640 പാട്ട് പാടാം. 640. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദോഷിച്ചിടും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദോഷിച്ചിടും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അവസാനമായി നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അടിയങ്ങളിത് വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സന്നിലടിയങ്ങൾ കർത്താവ് അല്പസമയം ആയിരിക്കാനും അവിടുത്തെ വചനത്തിൽ നിന്ന് കർത്താവ് ഞങ്ങൾക്ക് അല്പമായിട്ട് ചിന്തിപ്പാനും
അടിങ്ങളുടെ ചുറ്റുപാട്, അടിങ്ങളുടെ സമൂഹം, അടിങ്ങളുടെ ലോകം, അടിങ്ങളുടെ ചുറ്റുപാട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, മനുഷ്യ ജീവിതത്തിലെ സ്വഭാവങ്ങൾ വന്നിട്ടുള്ള വളരെ മാറ്റങ്ങൾ, വ്യതിയാനം, അതെത്രമാത്രം കർത്താവെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നൊക്കെ അടിങ്ങൾക്ക് മനസ്സിലാക്കുവാനും, ഇത് തിരുവചന പ്രകാരം കർത്താവെ അവിടുന്ന് അടിയങ്ങളോട് മുന്നമേ അറിയിച്ചിരിക്കുന്നതിനാൽ അടിയങ്ങൾ അതൊക്കെയും കർത്താവെ ശ്രദ്ധ വെച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കർത്താവ് അടിയങ്ങൾ ഒരിക്കലും അതിനോട് കർത്താവിൽ പെട്ടുപോകാതെ, അതിൽ കർത്താവ് അടിയങ്ങൾ ഉൾപ്പെട്ടു പോകാതെ അടിയങ്ങൾ അതിൽ നിന്നൊക്കെ വേർതിരിച്ച് അടിയങ്ങളെ അവിടെ നിന്ന് കർത്താവെ അടിയങ്ങൾ മാറ്റമുള്ളവരായി അടിയങ്ങളെ തന്നെ കർത്താവെ നിൻ്റെ സന്നിധിയിൽ നിലനിർത്തുവാനും അവിടുത്തെ പ്രത്യാശയിൽ വിശ്വാസത്തിലും അടിയങ്ങൾക്ക് ജീവിപ്പാനും വെച്ച് കർത്താവെ പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, അതുപോലെ പ്രതിസന്ധികൾ നേരിടുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിപ്പാൻ, സമാധാനമില്ലാത്ത അതിൻ്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ, കഷ്ടവും പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ കർത്താവ് ദിനത്തോടുന്ന് സഹായിക്കുകയും അവിടുന്ന് അടിയങ്ങളെ കൂടിയിരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് അടിയങ്ങളെ കർത്താവ് പ്രത്യേകിച്ച് ഈ വെസ്പർ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും ഇത് ശ്രവിക്കുകയും കർത്താവ് ഇത് ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങളെയും വ്യക്തികളായും ഭവനമായും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭകളെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് കൂടെ ഇരിക്കണമേ. ശുശ്രൂഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭ നേതൃത്വങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ എന്ത് നാളിൽ കർത്താവ് നിൻ്റെ വചനം ശരിയായി പഠിച്ചുകൊണ്ട് കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം അടിയങ്ങൾ ജീവിപ്പാൻ, അടിയങ്ങൾ കർത്താവിനെ ശക്തീകരിക്കാൻ ബലപ്പെടുത്തുവാൻ, അടിയങ്ങൾ ജീവിതത്തിലെ കുറവുകളെ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നൊക്കെ അടിയങ്ങൾ വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അടിയങ്ങളേറെ പ്രത്യാശയോടും വിശ്വാസത്തോടും നിലനിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ കർത്താവ് സഹായിക്കാൻ കൂടി ഇരിക്കാൻ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭാരങ്ങൾ പ്രയാസങ്ങളും ആയിരിക്കുന്ന അടിയങ്ങൾ ഓർക്കുന്നു. അവരുടെ കർത്താവ് നിരവധി പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന കർത്താവെ അനേക വ്യക്തികളുള്ളവരെ അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ഭവനങ്ങളുടെ അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുങ്ങൾ കർത്താവെ കഴിയുന്നവരത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് തൊഴിൽ സംബന്ധമായ പ്രയാസങ്ങൾ നേരിടുന്നവർ, അവരുടെ കർത്താവ് പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ കർത്താവെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുള്ള കർത്താവെ അനുഭവിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ കുഞ്ഞുങ്ങൾ, അതുപോലെ മറ്റ് പല വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, അവരുടെ കർത്താവ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാറ്റിനും കർത്താവ് ആശ്വാസവും എല്ലാറ്റിനും പരിഹാരവും എൻ്റെ കർത്താവ് ഒരുവൻ മാത്രമാകുന്നവരെ മനസ്സിലാക്കുന്നു. മനുഷ്യന് കർത്താവെ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ കർത്താവിന് സാധ്യമാകുന്നുവല്ലോ. മനുഷ്യന് കർത്താവ് കൊടുക്കുവാൻ കഴിയാത്ത സമാധാന സന്തോഷം എൻ്റെ കർത്താവ് അവിടുന്ന് നൽകുന്നുവല്ലോ. നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശ ജീവിപ്പാൻ അടിയങ്ങളെ കർത്താവ് സഹായിക്കണം. കർത്താവ് അടിയങ്ങൾ എല്ലാ വഴികളോടും കൂടെ ഇരിക്കണം. അടിയങ്ങളുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ സഭകളുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രവർത്തിക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും അതുപോലെ കർത്താവ് വേലക്കാരി ശുശ്രൂഷകരൊക്കെ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സഭാവിശ്വാസികളെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൂടെ ഇരിക്കണമേ. സമാധാനത്തിൽ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. ആവശ്യമായ കർത്താവ് എല്ലാ കൃപകളും നിറയ്ക്കണം. മാനവമത്തെ കർത്താവ് നിന്നെടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവിതത്തിൽ നിശാം ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങൾ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഒക്കെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാട്ടങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവം ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പരിശോധിപ്പിക്കാതെ സന്തോഷങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്നുള്ള രാജ്യം, ശക്തി, മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയ ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുമേലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുമേൽ വ്യക്തികളുമേലും പ്രത്യേകിച്ച് ദേശത്തിന്മേലും രാജ്യത്തിന്മേലും കഷ്ടങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന എല്ലാത്തിൻ്റെ മക്കളുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാവട്ടെ. ആമേൻ. സ്തോത്രം.